ബാത്റൂമിലെ വാഷ് ബേസിനിൽ കൈകൾ അമർത്തി കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു കശ്യപ്. നിതയുടെ നാവിൽ നിന്ന് കേട്ട സത്യങ്ങൾ അവനെ എത്രത്തോളം തകർത്തെറിഞ്ഞു എന്നത് വെളിവാക്കും പോലെയായിരുന്നു അവൻ്റെ അപ്പോഴത്തെ മുഖഭാവം. ചുവന്നു കലങ്ങിയ കണ്ണുകളും വലിഞ്ഞു മുറുകിയ പേശികളുമൊക്കെ അവൻ്റെ ഉള്ളിലെ പിരിമുറുക്കം വിളിച്ചോതുന്നതായിരുന്നു. ഓർമ്മകൾ ഒരു തിരശീലയിൽ എന്ന പോലെ മനസ്സിലേക്ക് ഓടിയെത്തിയതും അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ചിരിയോടെ തന്നെ ചേർത്തു പിടിക്കുന്ന പവിയുടെയും നിർബന്ധപൂർവമെങ്കിലും താൻ താലി ചാർത്തിയ നിതയുടെയും മുഖങ്ങൾ മനസ്സിനെ മതിച്ചു തുടങ്ങിയതും അവൻ അസഹ്യതയോടെ മുടി വലിച്ചു പറിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി. കണ്ണു തുറന്നു നോക്കുമ്പോൾ പവിയും നിതയും തനിക്കിരുവശവും നിന്ന് കളിയാക്കി ചിരിക്കുന്നത് പോലെ തോന്നിയതും കശ്യപ് ഭ്രാന്തമായൊരവസ്ഥയിൽ മുന്നിലെ കണ്ണാടിയിലേക്ക് മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു. വീണ്ടും അവനിൽ നിന്നൊരാർത്തനാദം ഉണർന്നു. സമയമേറെ കഴിഞ്ഞപ്പോഴാണ് കശ്യപ് മുറിയിൽ നിന്നും ഇറങ്ങി വന്നത്. അപ്പോഴവൻ്റെ വലത് കൈപ്പത്തി പൊതിഞ്ഞു കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ മാറി ഫ്രഷായ മട്ടിൽ മുന്നിൽ വന്ന് നിൽക്കുന്നവൻ്റെ ഉദ്ദേശമറിയാതെ നിത അവനെ തുറിച്ചു നോക്കി. ആം സോറി, ഇങ്ങനൊരു ഭൂതകാലം എൻ്റെ ഏട്ടനും തനിക്കുമിടയിലുമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പണ്ടപ്പോഴോ മനസ്സിൽ കയറി കൂടിയൊരു ഇഷ്ടമായിരുന്നു താൻ. അത് സ്വന്തമാക്കാൻ ഒരവസരമുണ്ടായപ്പോൾ ഞാനും സ്വാർത്ഥനായിപ്പോയി. അല്ലാതെ പക വീട്ടാൻ വേണ്ടിയൊന്നുമായിരുന്നില്ല. കുറച്ചു വൈകിയാണെങ്കിലും ഒരുമിച്ചൊരു ജീവിതമുണ്ടാകുമെന്ന് വെറുതെ മോഹിച്ചു പോയി. ആ, അതൊക്കെ പോട്ടെ. എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇനിയും തനിക്കൊരു ശല്യമായി ഞാനും ഉണ്ടാവില്ല. തനിക്കിവിടെ താമസിക്കാം, എത്ര കാലം വേണമെങ്കിലും. അത്രയും നാൾ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. ഞാനിന്ന് തന്നെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക. അവൻ പറയുന്നതൊക്കെ കേട്ട് നിസ്സംഗതയോടെ നിൽക്കുകയായിരുന്നു നിതയപ്പോഴും. അവനിൽ നിന്ന് ഇത്രയും ശാന്തമായൊരു പ്രതികരണം അവൾ പ്രതീക്ഷിച്ചതേയില്ലായിരുന്നു. അതിൻ്റെ പകർപ്പ് അവളിൽ വ്യക്തവുമായിരുന്നു. ആ പിന്നെ, സത്യങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ കെട്ടിയ ഈ വൃത്തികെട്ട കുരുക്കിനി തൻ്റെ കഴുത്തിൽ വേണ്ട. അത് ഞാൻ തന്നെ തിരിച്ചെടുത്തോളാം. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ നോക്കിയാണ് അവനത് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടും നിതയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. അതുകൂടി കണ്ടതും കശ്യപ് വേദന നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അവൾക്കരികിലേക്ക് ചെന്നു. തന്നിലേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുകൊണ്ട് വിറയ്ക്കുന്ന കൈകളോടെ അവനാ താലിമാല അവളിൽ നിന്നും അടർത്തിയെടുത്തു. ഇപ്പോൾ താൻ ഫ്രീയാ. ഇനി ഒരിക്കലും ഈ തുടലിൻ്റെ ബന്ധനം തനിക്കുണ്ടാവില്ല. സോറി ഫോർ എവരിത്തിങ് ആൻഡ് ഗുഡ് ബൈ. അവൻ പുറത്തേക്കിറങ്ങി ഡോർ അടച്ചിട്ടും ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞതൊക്കെ സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ പകച്ചു നിൽക്കുകയായിരുന്നു നിത. കശ്യപ് പോയി കുറേ നേരമായിട്ടും അതുവരെ തനിക്ക് ചുറ്റും നടന്നതൊക്കെ സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ തളർന്നിരിക്കുകയായിരുന്നു നിത. പക്ഷേ അതിനിടയിൽ ഒരിക്കൽ പോലും അവൻ തന്നിൽ അധികാരമുറപ്പിക്കാൻ വന്നതും തൻ്റെ തുറന്നു പറച്ചിലുമല്ലാതെ അവൻ പറഞ്ഞ ഒരു വാക്ക് പോലും അവളുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നതേ ഉണ്ടായിരുന്നില്ല. ഹൃദയമാകെ അലയടിച്ചു കൊണ്ടിരുന്ന സംഘർഷങ്ങൾക്കൊരയവ് വന്നതും അവളുടെ ഓർമ്മകൾ ആദ്യമായി താൻ പവിയെ കണ്ട നാളുകളിലേക്ക് കൂപ്പുകുത്തി. വേദാചാര്യ മെഡിക്കൽ കോളേജ് ബ്രേക്ക് ടൈമിൽ ക്യാൻറ്റീനിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിതയും അവളുടെ സന്തത സഹചാരിയായ പൗർണമി എന്ന പമ്മിയും. ഈ കോളേജിലേക്ക് വന്ന ആദ്യ ദിവസം തന്നെ നിതയ്ക്ക് കിട്ടിയതായിരുന്നു അവളെ. അവിടെ നിന്ന് ഇന്ന് വരെ എല്ലാ കാര്യങ്ങൾക്കും രണ്ടാളും ഒരുമിച്ചാണ്. നിതയില്ലെങ്കിൽ പമ്മിയോ, പമ്മിയില്ലെങ്കിൽ നിതയോ ഇല്ലെന്ന അവസ്ഥ. അത്രമേൽ ദൃഢമായിരുന്നു അവരിരുവരും തമ്മിലുള്ള സൗഹൃദം. എടി പമ്മി, നിന്റെ ബ്രദർ വന്നിട്ടുണ്ട്. നിന്നെ തിരക്കി ക്ലാസ്സിലോട്ട് പോയിട്ടുണ്ട്. അവർക്കരികിലേക്ക് വന്ന മറ്റൊരു പെൺകുട്ടി പറഞ്ഞതും പമ്മിയുടെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിടർന്നു. എടി വാ, പോയി ഏട്ടനെ കണ്ടിട്ട് വരാം. കുടിച്ചുകൊണ്ടിരുന്ന ചായ ടേബിളിലേക്ക് വെച്ച് ഉത്സാഹത്തോടെ ചാടി എണീറ്റ പമ്മി നിതയോടായി പറഞ്ഞു. ഞാൻ വരുന്നില്ല, നീ പോയിട്ട് വാ. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. അവളുടെ ഏട്ടൻ്റെ മുന്നിലേക്ക് പോകുന്നത് ഓർത്തപ്പോൾ തന്നെ ഉടലാകെ ഒരു വിറയൽ പടർന്നതുപോലെ തോന്നിയ നിത കണ്ണുകൾ ചുറ്റും പായിച്ചുകൊണ്ട് പറഞ്ഞു. ആ എന്നാൽ ശരി, ഞാൻ പോയിട്ട് വരാം. പറഞ്ഞതും കൊച്ചു കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടി പുറത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു പമ്മി. അവൾ പോയത് നിത ആലോചന മുഴുവൻ പമ്മിയുടെ ബ്രദറിനെക്കുറിച്ച് മാത്രമായിരുന്നു. കോളേജ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു അവളുടെ പവിയേട്ടൻ ആദ്യമായി അവളെ കാണാനായി ഇവിടേക്ക് വന്നത്. അനിയത്തിക്ക് വേണ്ടി ബുക്കുകളും ഡ്രസ്സും മേക്കപ്പ് ഐറ്റംസും അവളെ ഏറെ ഇഷ്ടപ്പെട്ട ബേക്കറി ഐറ്റംസും ഒക്കെയായി വന്നിറങ്ങിയ ആ മനുഷ്യനെയും അവനോട് ചേർന്നൊരു കുഞ്ഞിപ്പെണ്ണിനെ പോലെ നിൽക്കുന്ന പമ്മിയെയും കണ്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് നിധിയും താനും തമ്മിലുള്ള ബോണ്ടിങ് തന്നെയായിരുന്നു. ഒരുപക്ഷെ അതിനും എത്രയോ മുകളിലാണ് പമ്മിയും അവളുടെ ഏട്ടനും തമ്മിലുള്ള സ്നേഹമെന്ന് വെറുതെ ഓർത്തുപോയിരുന്നു. പലതവണ ആളെ പരിചയപ്പെടാമെന്ന് പറഞ്ഞവൾ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും എന്തോ ഒരു വലിയ വെപ്രാളം, ആത്മാവിനെപ്പോലും വലിഞ്ഞു മുറുകും പോലെയുള്ള തോന്നൽ കൊണ്ട് മാത്രം ആളുടെ മുന്നിലേക്ക് പോകാതെ ദൂരെ എവിടെയെങ്കിലും നിന്ന് ആ രൂപമൊന്നാകെ മനസ്സിലേക്ക് ആവാഹിക്കുകയായിരുന്നു.
പക്ഷേ വീണ്ടും വീണ്ടുമുള്ള ആ ഒളിഞ്ഞു നോട്ടങ്ങൾ മനസ്സിലെ പവിയേട്ടൻ്റെ ചിത്രത്തിന് കൂടുതൽ നിറങ്ങൾ ചാർത്തപ്പെടുകയായിരുന്നു. പമ്മിയുടെ സഹോദരൻ എന്നതിനപ്പുറം ആ ആൾ തനിക്കും ആരൊക്കെയോ ആയി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ആ മുന്നിലേക്ക് ചെന്നു നിൽക്കാനുള്ള ധൈര്യം കിട്ടാത്തതിൻ്റെയോ ആ നോട്ടവും പുഞ്ചിരിയുമെല്ലാം ഓർക്കുമ്പോൾ തന്നെ ഉള്ളറിയാതെ പൂത്തുലഞ്ഞു പോകുന്നതിൻ്റെയോ കാരണം ആദ്യമൊന്നും മനസ്സിലാക്കാനേ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കാണാതിരിക്കുമ്പോൾ പിടയുന്ന നെഞ്ചും കാണുമ്പോൾ ഭ്രമിച്ചു പോകുന്ന മിഴികളുമൊക്കെ തൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയായിരുന്നു. പമ്മിയുടെ പവിയേട്ടൻ എനിക്കും ആരൊക്കെയോയാണ്. അല്ല, എൻ്റെ പ്രണയമാണ്. അതൊക്കെ ഓർത്തിരിക്കുമ്പോൾ തന്നെ ഹൃദയം വല്ലാത്തൊരനുഭൂതിയിൽ വേഗത്തിൽ മിടിക്കുന്നത് അവൾ അറിഞ്ഞു. അധരങ്ങൾ സ്വയം അറിയാതെ പുഞ്ചിരി പൊഴിക്കുന്നു. ഉടലാകെ വല്ലാത്തൊരു കുളിൽ പടരുന്നു. ഉള്ളിൽ നിറയെ ആ മുഖം മാത്രം നിറഞ്ഞതും അരികിൽ പോയില്ലെങ്കിലും ദൂരെ നിന്നെങ്കിലും തൻ്റെ പ്രണയത്തെ ഒന്ന് കണ്ടില്ലെങ്കിൽ ചങ്ക് പൊട്ടിപ്പോകുമെന്ന് തോന്നിയപ്പോൾ നിത പെട്ടെന്ന് ചാടി എണീറ്റ് പുറത്തേക്ക് നടന്നു. അവൾ ചെല്ലുമ്പോൾ ദൂരെ നിന്ന് തന്നെ കണ്ട് പവിയുടെ കയ്യിൽ തൂങ്ങി നിറഞ്ഞ ചിരിയോടെ അവൻ്റെ കാറിനരികിലേക്ക് നടക്കുന്ന പമ്മിയെ. പക്ഷേ അപ്പോഴേക്കും നിതയുടെ നോട്ടം തങ്ങി നിന്നത് അവൾ പറയുന്നതൊക്കെ മൂളിയും തലകുലുക്കിയും പുഞ്ചിരിയോടെ കേട്ടുകൊണ്ട് പതിയെ നടക്കുന്ന പവിയിൽ മാത്രമായിരുന്നു. ഒരു നിമിഷം പമ്മിയുടെ സ്ഥാനത്ത് അവൻ്റെ നെഞ്ചോട് ചേർന്നിങ്ങനെ താനായിരുന്നെങ്കിൽ എന്നുപോലും അവൾ ചിന്തിച്ചു പോയി. ആ ഓർമ്മയിൽ പോലും അവൾ ആകെ പൂത്തുലഞ്ഞു പോയിരുന്നു. ആ, നീ ഇങ്ങ് വന്നായിരുന്നോ? ഏട്ടൻ പോയിക്കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നെ തപ്പി വാഷ്റൂമിൻ്റെ അവിടെയൊക്കെ പോയിട്ട് വരുവാ. കുറേ സമയത്തിന് ശേഷം ക്ലാസ്സിലേക്ക് കയറി വന്ന പമ്മിയായിരുന്നു അത്. അവളെ കണ്ടതും ഉള്ളിലെ അമിത ആഹ്ലാദം കൊണ്ട് ഒതുക്കി വെക്കാൻ കഴിയാത്ത പുഞ്ചിരിയാൽ പ്രകാശിച്ചു പോകുന്ന മുഖം അവളിൽ നിന്ന് മറച്ചു പിടിക്കാൻ നിത വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എന്താടി? ഏയ് ഒന്നുമില്ല. നിന്റെ ഏട്ടൻ പോയോ? ഇപ്പോൾ പോയേ ഉള്ളൂ. എനിക്ക് ഡ്രസ്സുമൊക്കെ കൊണ്ടുവന്നതാ. അതൊക്കെ ഹോസ്റ്റലിൽ മാഡത്തെ ഏൽപ്പിച്ചേക്കാമെന്ന് പറഞ്ഞു. മമ്മി നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബെഞ്ചിലേക്കിരുന്നു. നിനക്ക് ഡ്രസ്സ് എടുക്കുന്നതൊക്കെ പുള്ളിയാണോ? ചോദിക്കുമ്പോൾ നിതയിൽ വല്ലാത്തൊരു ആകാംക്ഷയും കൗതുകവും നിറഞ്ഞിരുന്നു. അല്ലാതെ എനിക്ക് ഡ്രസ്സിങ് സെൻസൊക്കെ ഉണ്ടെന്നാണോ നീ വിചാരിച്ചു വച്ചേക്കുന്നത്? എനിക്കെന്താ വേണ്ടതെന്നും എൻ്റെ ടേസ്റ്റ് എന്താണെന്നും ഏട്ടന് കൃത്യമായി അറിയാം. നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞവളെ നോക്കിയിരിക്കുമ്പോൾ നിതയുടെ ഉള്ളിലും വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അറിയാതെ പവിയെക്കുറിച്ച് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പമ്മി. ഏട്ടനെ പോലെ എന്നെയും ഒരു മതി മതി. ഇന്ന് മുഴുവൻ ഇങ്ങനെ ഏട്ടൻ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എപ്പോഴോ അവളോടൊത്തിരി കുശുമ്പ് തോന്നിയപ്പോഴായിരുന്നു നിത അങ്ങനെ പറഞ്ഞതെങ്കിലും പമ്മി എപ്പോഴും പൊട്ടിച്ചിരിക്കുക തന്നെയായിരുന്നു. അതങ്ങനെ തീരുന്ന പുരാണമല്ലല്ലോ എൻ്റെ നിത കൊച്ചെ. നിന്നെ കാണുമ്പോൾ എൻ്റെ ഏട്ടൻ പുരാണവും ഏട്ടനെ കാണുമ്പോൾ എൻ്റെ ഈ നിത കൊച്ചിൻ്റെ പുരാണവുമല്ലേ എനിക്ക് പറയാനുള്ളൂ. ആഹാ, അതൊരു പുതിയ അറിവാണല്ലോ. തൻ്റെ താടിയിൽ പിടിച്ച് പുഞ്ചിച്ചുകൊണ്ട് പറയുന്നവളെ കൈ തട്ടിമാറ്റി കുറുമ്പ് നിറച്ചൊരു പുഞ്ചിരിയോടെ നിത പറഞ്ഞു. അങ്ങനെ എൻ്റെ നിത കൊച്ചറിയാത്ത എന്തൊക്കെ അറിവുകളുണ്ടെന്നോ ഈ ലോകത്തിന് കീഴിൽ. പക്ഷേ ഇപ്പോൾ തൽക്കാലം എൻ്റെ മോളിതൊന്നും അറിയണ്ട. ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതെന്താണാവോ? അതെന്താണെന്ന് വെച്ചാൽ നിന്റെ ഈ പമ്മിക്ക് ഈ ലോകത്തിൻ്റെ കീഴിൽ ഏറ്റവും ഇഷ്ടം നിന്നെയും പിന്നെൻ്റെ ഏട്ടനെയുമാണ്. നിങ്ങൾ രണ്ടാളുമില്ലെങ്കിൽ ഈ പമ്മി ഒരു വട്ടപൂജ്യമാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാടി. ഞാൻ നിന്റെ ഏട്ടനെ അങ്ങ് വളച്ചു കെട്ടാം. അപ്പോൾ നിനക്കെന്നും ഞങ്ങൾ രണ്ടാളും ഉണ്ടാകും. പിന്നെ സാധാരണ നാത്തും പോരിനേക്കാൾ കുറച്ച് പവർ കൂടിയ പോരായിരിക്കും ഞാൻ എടുക്കുന്നതെന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കുറുമ്പോടെയുള്ള അവളുടെ പറച്ചിൽ കേട്ട് പമ്മി ചിരിച്ചു. അത് ഞാനും ആലോചിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നീ ഇപ്പോഴും എൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ചാൽ അത് വെറും മണ്ടത്തരമായി പോവും. പക്ഷേ പവിയേട്ടന് നീ പെർഫെക്റ്റ് മാച്ചാ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ കല്യാണമൊക്കെ സങ്കല്പിച്ച് നോക്കാറുണ്ട്. അതെന്താടി അങ്ങനൊരു ടോക്ക്? കെട്ടുകഴിഞ്ഞാൽ ഞാൻ പോരെടുത്ത് നിന്നെ അടിച്ചിറക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഏയ്, അതിനൊന്നും നീ വളർന്നിട്ടില്ല മോളെ. പക്ഷേ പവിയേട്ടൻ എൻ്റെ സ്വന്തം ഏട്ടനല്ല. എന്തുവാ? പെടുന്നനെ മുഖത്തെ പുഞ്ചിരി വാടി വീണ് വിഷാദഭാവത്തിലുള്ള പമ്മിയുടെ ആ വെളിപ്പെടുത്തൽ നിതയുടെ ഉള്ളിലൊരു സ്ഫോടനം തന്നെ സംഭവിച്ചിരുന്നു. അവൾ പകപ്പോടെ മുന്നിലിരിക്കുന്നവളെ നോക്കി. സത്യമാടി, ഞാനൊരു ഓർഫനാണ്. ഏതാണ്ട് 11 വയസ്സുവരെ എനിക്ക് അമ്മയുണ്ടായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു പനി വന്ന് അമ്മ മരിക്കുന്നത്. അതിനുശേഷമാ കോഴിക്കോടുള്ള ഒരു അനാഥാലയത്തിലെ ആളുകൾ വന്ന് എന്നെ ഏറ്റെടുക്കുന്നത്. പിന്നീട് എൻ്റെ ജീവിതം അവിടെയായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ആദ്യമായി പവിയേട്ടനെ കാണുന്നത്. നന്നായി പഠിക്കുമായിരുന്ന എനിക്ക് കൂടുതൽ കെയർ തരണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഏട്ടൻ എന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. അവിടെ ഏറ്റവും മികച്ച ബോർഡിംഗ് സ്കൂളിൽ എന്നെ ചേർത്തു. അന്നു മുതൽ എൻ്റെ സ്പോൺസർ പവിയേട്ടനാണ്. പിന്നെ ഈ ഏട്ടാവിളി. ആദ്യമൊക്കെ എന്നെ പഠിപ്പിക്കുകയും എൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യുന്ന
ആ മനുഷ്യനോടുള്ള നന്ദിയായിരുന്നു എൻ്റെ മനസ്സിൽ നിറയെ. പക്ഷേ പതിയെ അതിൻ്റെ ഭാവം മാറി. ആരുമില്ലാത്ത എനിക്ക് ആരോ ഉണ്ടെന്നുള്ള തോന്നലായിരുന്നു. പിന്നീട് ഏട്ടനെ കാണുമ്പോഴൊക്കെ. പിന്നീട് എപ്പോഴോ എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ സാർ വിളി ഭയങ്കര ബോറാണ്, അതുകൊണ്ട് ഏട്ടാന്ന് വിളിച്ചോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് തന്നെയാ കാണുന്നതെന്ന്. ആദ്യമൊക്കെ എൻ്റെ സ്ഥാനം അറിയാവുന്നത് കൊണ്ട് തന്നെ ആ വിളിയിലേക്ക് എൻ്റെ നാവ് വഴങ്ങിയില്ലെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും പവിയേട്ടൻ തന്നെ എൻ്റെ നാവിനെയും മനസ്സിനെയും പരുവപ്പെടുത്തിയെടുത്തു. അങ്ങനെ അന്നു മുതൽ എനിക്കങ്ങേര് ഏട്ടനും പുള്ളിക്ക് ഞാൻ അനിയത്തിയുമാണ്. ഒരുപാട് നോവുകൾ ഒളിപ്പിച്ചു വച്ചൊരു പുഞ്ചിരിയോടെ പമ്മി പറഞ്ഞു നിർത്തുമ്പോൾ നിധിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. മുന്നിലിരിക്കുന്നവളെ ആശ്വസിപ്പിക്കാനോ സ്വയം ആശ്വസിപ്പിക്കാനോ എന്നറിയില്ലെങ്കിലും മുന്നോട്ടാഞ്ഞ നിധ അവളെ മുറുകെ പുണർന്നു. ഒപ്പം പവി എന്ന മനുഷ്യനെ സ്വന്തമാക്കണമെന്നും അവൻ്റെ പാതിയാകണമെന്നുള്ള മോഹം അല്പം കൂടി ശക്തമായി അവളിൽ ഊട്ടിയുറപ്പിക്കപ്പെടുകയായിരുന്നു. ഓർമ്മകളിൽ നിന്നും തിരികെയെത്തിയ നിധ പതിയെ ചുറ്റുപാടും കണ്ണുകളോടിച്ചു. ചുവരിലെ ക്ലോക്കിലേക്ക് അവൾ വെറുതെയൊന്ന് നോക്കി. സമയം രാത്രി 11 മണി കഴിഞ്ഞിരിക്കുന്നു. കശ്യപ് പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഈ നേരം അത്രയും താൻ ഈ നിലത്ത് തന്നെ ഇരിക്കുമായിരുന്നു എന്നുള്ളത് അവൾക്കൊരത്ഭുതമായിട്ട് തോന്നി. അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു കോളിംഗ് ബെൽ ചിലയ്ക്കുന്നത് കേട്ടത്. രാത്രിയാണെന്ന് പോലും ഓർക്കാതെ യാന്ത്രികമായി വാതിലിനടുത്തേക്ക് നടക്കുമ്പോൾ അവളിൽ നിറഞ്ഞു നിന്നത് നിർവികാരതയായിരുന്നു. വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന കശ്യപിനെ കണ്ടതും ഒരു പ്രതികരണവുമില്ലാതെ ഒരു പാവയെപ്പോലെ അവൾ തിരികെ നടന്നു. ഞാനിറങ്ങുക. പെട്ടെന്ന് അവൻ പറഞ്ഞത് കേട്ട് അവൾ തിരിഞ്ഞു നിന്ന് ചോദ്യഭാവത്തിൽ ആ മുഖത്തേക്ക് നോക്കി. ഓഫീസിലെ സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള ഫ്ലാറ്റിൽ ഞങ്ങൾക്കായി ഒരു ഫ്ലാറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഓഫീസിലെ ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാനും ഏട്ടനും അത് ഉപയോഗിക്കാറുണ്ട്. തൽക്കാലം അങ്ങോട്ട് മാറാനാ പ്ലാൻ. കുറച്ചു നാളായി ഉപയോഗിക്കാതെ കിടന്നതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. ഞാനതിന് പോയതാ, അവൻ നിർവികാരനായി പറഞ്ഞു. പിന്നെ ബെഡ്റൂമിലേക്ക് പോയി തൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. അത് നോക്കി നിൽക്കുമ്പോഴും നിധയിൽ പ്രത്യേകിച്ചൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. അതൊന്നും ശ്രദ്ധിക്കാതെ തിടുക്കത്തിൽ തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കശ്യപ്. അപ്പോൾ ശരി, ഞാനിറങ്ങുക. ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ പറഞ്ഞതുപോലെ ഈ താലി ഞാൻ തിരിച്ചെടുക്കുക. ഇത്രയും ശ്വാസം മുട്ടിയാണ് താനും അണിഞ്ഞൂടെ ജീവിച്ചതെന്ന് സത്യമായിട്ടും ഞാൻ അറിഞ്ഞിരുന്നില്ല നിധ. ഐ ആം സോറി. പോകാൻ റെഡിയായി മുന്നിൽ നിന്നുവെന്ന് പറഞ്ഞെൻ്റെ മുഖത്തേക്ക് അവൾ വെറുതെ നോക്കി നിന്നു. അതിനിടയിൽ കശ്യപ് തൊട്ടരികിലെത്തിയതോ അവൻ്റെ കൈകൾ തനിക്ക് നേരെ നീണ്ടു വന്നതോ അവൾ അറിഞ്ഞതായി പോലും തോന്നിയില്ല. ഇതങ്ങ് അഴിച്ചെടുത്തേക്കാം. ഒരു ഭാരമായി താനിത് ചുമക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ കയ്യിലിരിക്കുന്നതാ. പറഞ്ഞതും അവളുടെ മാറിൽ ചേർന്ന് കിടന്നിരുന്ന താലി അവൻ്റെ കൈക്കുള്ളിലായിരുന്നു. മാലയുടെ കൊളുത്തകലുന്നതും പിൻകഴുത്തിലൂടെ അത് ഊർന്ന് മാറുന്നതും അറിഞ്ഞെങ്കിലും അവളൊരു നോട്ടം കൊണ്ടുപോലും അവനെ പ്രതിരോധിച്ചതേയില്ല. അവളുടെ ആ പ്രവൃത്തിയിൽ നെഞ്ചു പൊട്ടും പോലെ തോന്നിയെങ്കിലും കണ്ണുകൾ ഇറുക്കിയടച്ച് വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അവന് താലിമാല അവളിൽ നിന്ന് വേർപെടുത്തിയെടുത്തു. ഏട്ടനോട് ഞാനായിട്ടൊന്നും ചോദിക്കാനോ പറയാനോ പോകുന്നില്ല. എന്തായാലും ഞാൻ എഴുതി തരുവാണല്ലോ. 1 വർഷം കഴിഞ്ഞാൽ ഞാൻ തന്നെ വലിച്ചിട്ട നിയമപരമായ ബന്ധനത്തിൽ നിന്ന് തനിക്ക് വിടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. പിന്നെ ഏട്ടനോട് പറയണം ഇനിയും എൻ്റെ മുന്നിൽ പരസ്പരം പരിചയമില്ലാത്തതുപോലെ അഭിനയിക്കേണ്ടതില്ലെന്ന്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു കല്ലുകടിയായിട്ട് ഞാൻ ഒരിക്കൽ വരാനും പോകുന്നില്ലെന്ന്. പറഞ്ഞിട്ട് ശരവേഗത്തിൽ പുറത്തേക്ക് പായുന്നവനെ നോക്കി തരിച്ചു നിൽക്കാനേ ആ നേരം നിധയ്ക്കായുള്ളൂ. 1-2 നിമിഷങ്ങളെടുത്തു അവൾക്ക് അവൻ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ. താനും പവിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നായിരുന്നു എന്നാണവൻ ധരിച്ചു വച്ചേക്കുന്നതെന്ന് മനസ്സിലായതും അവളുടെ ഉള്ളിലെന്തിനോ ഒന്ന് പിടഞ്ഞു. എന്തുകൊണ്ടോ സത്യം അവനെ ബോധിപ്പിക്കണമെന്ന് അവളുടെ ഉള്ളിലിരുന്ന ആരോ അലമുറയിട്ടു. പക്ഷേ അപ്പോഴേക്കും കശ്യപിൻ്റെ കാർ പുറത്തേക്ക് പാഞ്ഞു കഴിഞ്ഞിരുന്നു. ഫ്ലാറ്റിലെത്തിയ സാധനങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചതും ഹാളിലെ സോഫയിലേക്ക് കുഴഞ്ഞു വീഴും പോലെ ഒരു കിടപ്പായിരുന്നു കശ്യപ്. അവൻ്റെ കണ്ണുകൾ നിയന്ത്രണം ലംഘിച്ച് നിറഞ്ഞൊഴുകി. നെഞ്ചിലാരോ കത്തിക്കൊണ്ട് കോറി വരയ്ക്കും പോലെ തോന്നിയപ്പോൾ ഒരാശ്വാസത്തിനെന്ന പോലെ അവൻ ഇടനെഞ്ചിൽ അമർത്തി തടവി. ഇതിനിടയിൽ കയ്യിലെന്തോ തടഞ്ഞതും അവൻ്റെ കൈ പോക്കറ്റിലേക്ക് നീണ്ടു. അതിൽ നിന്നും ആ താലിമാല പുറത്തേക്കെടുത്ത് ഉള്ളംകൈയിൽ വെച്ച് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ ചങ്ക് പിടഞ്ഞു. ഒരു നിമിഷം നിധയെ ആദ്യം കണ്ടതും പിന്നീട് അവൾ വിശ്വനാഥൻ്റെ മകളാണെന്നറിഞ്ഞപ്പോൾ ഉള്ളിൽ തോന്നിയ മോഹം നുള്ളിയെറിഞ്ഞതും പിന്നീട് അവളായി തന്നെ തൻ്റെ അരികിലേക്ക് വന്നതും അവൾ പറഞ്ഞതൊന്നും നിഷേധിക്കാതെ ആ താലി അവളുടെ കഴുത്തിൽ ചാർത്തിയതുമൊക്കെ ഒരു തിരശീലയിൽ എന്ന പോലെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇത്രയും ദിവസം തൻ്റെ പ്രണയത്തെ തന്നിൽ മാത്രമായി ബന്ധിച്ചു നിർത്താനെന്ന പോലെ അവളിൽ ബലമായി അടിച്ചേൽപ്പിച്ചിരുന്ന ആ താലിയാണല്ലോ ഇന്ന് തൻ്റെ കൈവെള്ളയിലിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവൻ്റെ ഹൃദയം വിങ്ങി. എന്തിനോ വേണ്ടി മുറുക്കിയടച്ച കണ്ണുകളുടെ വിടവിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. എന്തിനാടി നീ എൻ്റെ മുന്നിലേക്ക് വന്നത്?
ഒരിക്കൽ വേണ്ടെന്ന് വെച്ചതാ. എന്നിട്ടും വീണ്ടും വീണ്ടും മോഹിപ്പിച്ചിട്ടിങ്ങനെ വലിച്ചെറിഞ്ഞു കളയാൻ വേണ്ടി മാത്രം എന്തിനാടി നീ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഇങ്ങനെ കയറി വന്നത്? ചങ്ക് പൊട്ടിപ്പോകും പോലെ തോന്നിയപ്പോൾ സ്വന്തം മുടിയിഴകളെ പിച്ചു ചീന്തി ഒരു ഭ്രാന്തനെ പോലെ അവനലറി. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും കശ്യപ് പുതിയൊരു തിരിച്ചറിവിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുമിച്ചുള്ള താമസം അവസാനിപ്പിക്കുന്നതോടെ കുറച്ച് വൈകിട്ടാണെങ്കിലും എല്ലാം അംഗീകരിക്കാൻ മനസ്സ് തയ്യാറാകുമെന്നായിരുന്നു നിതയുടെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി ഇവിടെ എത്തും വരെ താൻ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നിയതോടെ അവൻ ഫോണെടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു. നാളെ തന്നെ എനിക്ക് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോകണം. ടിക്കറ്റ് ബുക്ക് ചെയ്തേക്ക്. പിന്നെ തൽക്കാലം ഏട്ടനൊന്നും അറിയണ്ട. പറഞ്ഞതും അവൻ ഫോൺ കട്ട് ചെയ്ത് സോഫയിലേക്കിട്ടു. പിന്നെ വീണ്ടും പിന്നോട്ട് ചാരി കണ്ണുകളടച്ച് കിടന്നു. കശ്യപ് കൂടി പോയതോടെ ആകപ്പാടെ ഒരു ഒറ്റപ്പെടൽ പോലെ തോന്നിയ നിത ബാൽക്കണിയിലേക്ക് വന്ന് ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ തൻ്റെ ഫോണിനെ കുറിച്ച് ഓർത്തത്. അച്ഛൻ തിരക്കി വരുമെന്ന് കരുതി ഇവിടെ വന്ന് കയറിയ ദിവസം ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു അത്. പിന്നീട് ഇതുവരെ അതൊന്ന് എടുത്തു നോക്കാൻ പോലും തോന്നിയിട്ടില്ലല്ലോ എന്നോർക്കെ അവൾക്ക് തെല്ലൊരത്ഭുതം തോന്നിപ്പോയിരുന്നു. ഫോണെടുത്ത് ഓൺ ചെയ്തതും അച്ഛൻ്റെയും അമ്മയുടെയും നിധിയുടെയും പമ്മിയുടെയും കൂടാതെ ആരുടെയൊക്കെ നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടെന്ന് കണ്ട് അവൾ ദീർഘമായെന്ന് നിശ്വസിച്ചു. പിന്നെ പതിയെ പമ്മിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. നീ ഇതെവിടെയാ നിത? നീ വീട്ടിലോട്ടാണെന്നും പറഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് പോയിട്ടിപ്പോൾ ദിവസം എത്രയായി? വിളിക്കുമ്പോൾ ഫോൺ ഓഫ്. നിനക്ക് കോളേജിൽ വരണമെന്നുള്ള ചിന്തയൊന്നുമില്ലേ? കോൾ കണക്റ്റായതും മറുവശത്തു നിന്ന് പരിഭവങ്ങളുടെ കെട്ടഴിഞ്ഞു വീണത് കേട്ട് അവൾ പതിയെ പുഞ്ചിരിച്ചു. പിന്നെ പതിയെ ഇത്രയും ദിവസത്തെ തൻ്റെ സാഹസിക ജീവിതത്തിൻ്റെ കെട്ടുകൾ അവൾക്ക് മുന്നിലഴിക്കാൻ തുടങ്ങി. അതിൽ അവളുടെ പവിയേട്ടൻ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ MD ആണെന്നും അവൻ്റെ അനിയൻ കശ്യപാണ് തന്നെ ബലമായി വിവാഹം ചെയ്തുവെന്ന കാര്യങ്ങളും ഉൾപ്പെട്ടിരുന്നു.